നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നും നമുക്ക് അൻവറിൻ്റെ വിഷയം തന്നെ എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം അൻവർ ഇങ്ങനെ കയ്യാലപ്പുറത്ത് നിൽക്കുകയാണ്. അങ്ങോട്ട് വീഴുമോ ഇങ്ങോട്ട് വീഴുമോ എന്നൊന്നും അറിയാതെ. ഇന്നലെ ഉണ്ടായ വലിയ സംഭവവികാസങ്ങൾ, അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന വലിയ പ്രതികരണങ്ങൾ, അതേ തുടർന്നുണ്ടായ നീക്കങ്ങൾ. ഇന്ന് രാവിലെ അൻവർ 9 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താൻ വഴങ്ങുകയാണ്, താൻ UDF-നൊപ്പം നിൽക്കും എന്നൊക്കെ പറയും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴും അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മുനവെച്ച് സംസാരിക്കുന്നു. കോൺഗ്രസിനെതിരെയും ആ തരത്തിലേക്കുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ലീഗ് പൂർണ്ണമായും അൻവറിനെ കൈവിട്ടുകൊണ്ട് അൻവർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് തന്നെ, അൻവറിനോട് നിലപാടിനൊപ്പമില്ല എന്ന് ലീഗ് കൂടി വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു പ്രതീക്ഷ കൂടി വന്നിരിക്കുകയാണ്. KC വേണുഗോപാൽ വന്നിട്ട് പറയുന്നു, അൻവറിനെ ഒറ്റപ്പെടുത്താനില്ല, അൻവറിനെ പോലെ ഒരാൾ രാജിവെച്ചത് ഈ സർക്കാരിനെതിരായ ഒരു നീക്കമാണ്. അതുകൊണ്ട് അൻവറിനെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കും എന്നതുകൂടി പറയുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് കൂടി പറയുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അൻവറിനുള്ള അവസാനത്തെ അവസരമാണ്. ഈ അവസരത്തിൽ വേണമെങ്കിൽ UDF-ലേക്ക് കയറാം, അല്ലെങ്കിൽ അൻവറിന് പുറത്ത് നിൽക്കേണ്ടി വരും. പുറത്ത് നിന്നാൽ അൻവറിൻ്റെ ഭാവി എന്താവും എന്നുള്ള ചോദ്യമുണ്ട്. ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ UDF-ൽ എത്താനും കഴിയുന്നില്ല. പുറത്ത് നിന്നാൽ ഇടതുമുന്നണിക്കെതിരെ നിൽക്കുമോ UDF-നെതിരെ നിൽക്കുമോ, ആർക്കെതിരെ അൻവർ നടുക്കു നിന്നാൽ ഇതിൽ ആർക്കാണ് കോട്ടമുണ്ടാകുക, ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. അതൊന്നും ഇപ്പോൾ പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത്. അൻവറിൻ്റെ ഇപ്പോഴത്തെ നീക്കം ആത്മഹത്യാപരമാണോ, രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയിലേക്കാണോ അൻവർ നീങ്ങുന്നത്? ഇതൊരു എടുത്തുചാട്ടമാണോ അതോ തന്ത്രപൂർവ്വമുള്ള നീക്കമാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദിയിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. അൻവറിൻ്റെ നീക്കം രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രവീണാണ് നിലമ്പൂരിൽ നിന്നും. ശ്രീ പ്രവീണ്, താങ്കൾ ഈ അവിടുത്തെ ഒരു വോട്ടറാണോ നിലമ്പൂരിലെ? അതെ അതെ അതെ. താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണോ? രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനല്ല, അനുഭാവിയാണ്. ശരി, എന്തായാലും അത് ഞാൻ ചോദിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും താങ്കൾക്ക് എന്ത് തോന്നി, അൻവർ ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം അതൊരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്കാണോ എത്തിച്ചേരുക, അതോ അൻവറിൻ്റെത് വളരെ തന്ത്രപൂർവ്വമായ, വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അൻവറിൻ്റെത് ബുദ്ധിപരമായ നീക്കം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അൻവറിന് നിലമ്പൂരിൽ അൻവർ ഉദ്ദേശിക്കുന്ന പോലെ വോട്ട് ബേസ് ഇല്ല. അത് ചാനലുകാരും മറ്റുള്ളവരും കുറച്ച് പുകഴ്ത്തി കാണിക്കുകയല്ലാതെ മറ്റൊന്നും അവിടെ അൻവറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ബോധ്യപ്പെട്ടത് അൻവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി, അതായത് ഇപ്പോൾ UDF-ന്റെ കൂടെ നിൽക്കാനും താല്പര്യമുണ്ട്. അൻവർ എന്തായാലും UDF-ന്റെ ഒപ്പമേ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയായാലും അൻവറിനെ ഒഴിവാക്കാൻ UDF തയ്യാറാവില്ല. കാരണം അൻവർ രാജിവെച്ച് പോകുന്നത് തന്നെ UDF-ഉമായുള്ള ഒരു UDF-ലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാൾ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ പരാജയപ്പെട്ടു പോകുമെന്നും അവിടെ ഗോഡ് ഫാദർ ഇല്ലാതെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ കിട്ടില്ലെന്നും അത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ സ്വീകരിക്കും? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് അൻവറും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള പ്രശ്നമാണ്. അതൊരു രാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്ത് വ്യക്തിപരമായി വർഷങ്ങളായിട്ട്, അത് ഇപ്പോഴും നല്ല ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ ഒരിക്കലും അൻവർ തയ്യാറാവില്ല. അത് അൻവറിന് താല്പര്യം VS ജോയി ആയിരുന്നു. പക്ഷേ അതിലെ ആ ഒരു അൻവറിന്റെ വിലപേശൽ UDF-ന്റെ ഭാഗത്തു നിന്ന് കിട്ടാത്തത് കാരണമാണ് അൻവർ ഇപ്പോ ആ സ്ഥാനാർത്ഥിക്കെതിരെ തിരിഞ്ഞു. നിലമ്പൂരിൽ നിന്നുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ അൻവറിന് വല്ല വോട്ടൊക്കെ കിട്ടാൻ, അങ്ങനെ നിർണായകമായ ഒരു വോട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അൻവറിന് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അൻവർ ഇതിനു മുമ്പും നിലമ്പൂരിൽ ഒറ്റയ്ക്ക് പാർലമെന്റിൽ മത്സരിച്ചാണ് ആ മണ്ഡലത്തിന്റെ ഭാഗമായിട്ട്. ആ ഒരു സമയത്ത് ഏകദേശം 20,000-ന് മുകളിൽ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അൻവറിന് നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച് വോട്ടുകളും പിന്നെ അതുപോലെ അൻവറിന്റെ ഇതുള്ള വോട്ട് പിടിക്കും. അതിന് നമുക്ക് ഏകദേശം ഒരു അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ കോൺഗ്രസിന്റെയോ വോട്ടുകളായിരിക്കില്ല. അൻവറിനല്ലാതെ കുറച്ച് വോട്ടുകൾ അവിടെ ബേസ് കിട്ടും. അത് അൻവർ ഒരു പിന്നെ അൻവറിന്റെ സ്വാധീനം കൊണ്ട് മാത്രമല്ല, അൻവറിന്റെ ഒരു അപ്രമാദിത്യം എന്ന് പറയുന്ന ഒരു പണത്തിന്റെ ഒരു രീതി ഉണ്ട് അവിടെ. അതുകൊണ്ട് ലഭിക്കുന്ന വോട്ടുകളാണ്, അല്ലാതെ രാഷ്ട്രീയപരമായുള്ള വോട്ടുകളൊന്നും അൻവറിന് ലഭിക്കില്ല. ശരി, എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ശ്രീ പ്രവീൺ താങ്കൾ പൊതുവെ കാണൂ, എന്തായാലും വിളിക്കൂ. നിലമ്പൂരിൽ നിന്നുള്ള കൂടുതൽ ആളുകളുടെ പ്രതികരണമൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. നിലമ്പൂർ ഇങ്ങനെ എന്തായാലും വരും ദിവസങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായി തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ നിലമ്പൂരുകാർ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് ഏറെ സമയം തന്നത്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു നീക്കം രാഷ്ട്രീയ ആത്മഹത്യയാവുമോ അതോ തന്ത്രപരമായ ഒരു നീക്കമാവുമോ? ശ്രീ മോനിച്ചനാണ്. ശ്രീ മോനിച്ചൻ, താങ്കൾക്ക് പറയാം. ശ്രീ മോനിച്ചൻ, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ?
ആ ചെയ്യും. ഇനി പറഞ്ഞു. സാറേ, പറഞ്ഞോ മോനിച്ചേനാ, ടി വി മ്യൂട്ട് ആയിട്ട് പറഞ്ഞോ. അൻവറും ഈ UDF ഉയർന്ന രാഷ്ട്രീയ പിണറായി സാഹിബ് മാത്രമല്ലേ പറയുന്നുള്ളൂ. വേറെ ഒരു അഴിമതിയോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ പറഞ്ഞോളൂ താങ്കൾ. പിണറായി സാഹിബ് ഒരു മന്ത്രിമാരെ കുറിച്ചോ മറ്റൊരു അഴിമതി ഒന്നും പറയാൻ ഇല്ല. മണ്ണ് പോയി സാറേ. അന്നൂർ കുറെ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചു. അത് ശരിയാണോ തെറ്റാന്ന് അറിയില്ല, പക്ഷെ ഒരു അഴിമതി ആരോപണം തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടില്ലല്ലോ. പിണറായി ആരോപണങ്ങൾ പലതും അങ്ങനെയൊക്കെ തന്നെയാണ്. അഴിമതി ആരോപണങ്ങൾ, തെളിയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഏത് പാർട്ടിക്കെതിരായാലും അത്യപൂർവമാണ് സാറേ. ഒരു അഴിമതിയും അടിസ്ഥാനപരമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും തട്ടിയിട്ടില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് കൊച്ചിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ അൻവറിന്റെ നീക്കം? അൻവറിന് എന്തായാലും ഇടതുമുന്നണിയിൽ പോകാൻ കഴിയില്ല. ഇടതുമുന്നണി നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നതാണ്. അത് പിണറായിയെ തോൽപ്പിക്കും, ഇടതുമുന്നണിയെ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ UDFലും കയറാൻ കഴിയാത്തൊരവസ്ഥ അൻവർ തന്നെ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അൻവർ അത്രയും UDFിൽ തന്നെ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് UDFിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്നെ മുന്നണിയിൽ എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്ന് പറയുന്നതിൽ എന്തോ ദുർദ്ദേശമുണ്ട്. കാരണം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയുണ്ട്. ഒന്നാമത് കോൺഗ്രസ് തന്നെ അവതാരത്തിലായിട്ടിരിക്കുകയാണ് ഇപ്പം എല്ലാം പല സ്വരമാണ്. ഇപ്പം KC വേണുഗോപാൽ അവിടുന്ന് വന്നിട്ടുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞാൽ ശരിയാകുമെന്നാണ് അൻവറിന്റെ തീരുമാനം. പക്ഷെ KC വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ പിള്ള ഈ സ്ഥാനത്തിരുന്നിട്ട് എന്താ കാര്യമുള്ളൂ? അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഉലഞ്ഞിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അൻവർ നടക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ ഭാവി നമ്മൾ പറഞ്ഞ പോലെ പൊന്മുട്ടയിടുന്നത് അറാവാണെന്നാണ് അൻവർ കരുതണം. പക്ഷേ ബ്രോയിലറിന്റെ അക്കാണെന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കി. ശരി, ഓക്കെ. പൊന്മുട്ടയിടുന്നത് അറാവും ബ്രോയിലറും തമ്മിലുള്ള സാരമ്യം. എന്തായാലും ശ്രീ ശശിധരനാണോ വയലാറിൽ നിന്നും? ശ്രീ ശശിധരൻ, താങ്കളെ കുറച്ചു കാലമായാലോ കണ്ടിട്ട്? പൊതുവേദിയൊക്കെ വിട്ടോ? കിരണുള്ള ദിവസം വിളിക്കാൻ മടിയുണ്ട്, കാരണം കിരൺ ടൈം തരുന്നില്ല. ശരിയോ, അങ്ങനെ അതാണോ പരാതി? എന്തായാലും ടൈമൊക്കെ തരാം, വിളിക്കും, സംസാരിക്കാൻ തന്നെ. അതാണ് പ്രശ്നം. ഞാൻ അത് കഴിഞ്ഞ ദിവസം മനുവിനോട് പറഞ്ഞായിരുന്നു ആ കംപ്ലൈന്റ്. ആണോ? നമുക്ക് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിക്കണ്ടേ? ഈ വിഷയത്തിൽ പറയുമ്പോ നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, വേലിയായിരുന്ന പാമ്പിനെ എടുത്തെന്ന്. പിന്നെ അത് അൺപാർലമെന്ററി ആയിട്ട് അത് ഞാൻ ഉപയോഗിക്കുന്നത് എടുത്ത് മടി വെച്ച പോലെയാണ് ഇപ്പൊ UDFകാർക്ക് പറ്റാൻ പോണത്. കാരണം ഇതൊരു പ്രശ്നമാണ്. കാരണം അവർക്ക് 9 വർഷം കൊണ്ടാണ് അവർക്ക് മടുത്തതെങ്കിൽ ഇത് 9 മാസം പോലും തികയല്ല ഈ സാധനത്തിന്. കാര്യം ഇങ്ങനെ കാലത്ത് പറഞ്ഞതല്ല 10 മണിക്ക് പറഞ്ഞത്. 10 മണിക്ക് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പറഞ്ഞത്, 4 മണിക്ക് വേറെ പറയും, രാത്രി വേറെ എണ്ണം പറയും. സാധാരണ കാലത്ത് പറഞ്ഞതല്ല വൈകുന്നേരം പറയണമെന്നാണ് സാധാരണ പറയണത് എല്ലാവരും. ഇങ്ങനെ അതല്ല, ഇങ്ങനെ മണിക്കൂർ വെച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇപ്പം മൊത്തം നെട്ടും ബോട്ടും ഒക്കെ ഇളകി കിടക്കാണ്. ഇത് പിടിച്ചു പോയിട്ടുണ്ട്. ഇവർക്ക് വല്ലാത്ത പുലിവാലായിരിക്കും, ഒരു തർക്കവും ഇല്ല. ശരി, ഓക്കെ. അപ്പൊ ഇന്നെന്തായാലും പൂർണ്ണമായി പറയാനുള്ള അവസരം കിട്ടിയല്ലോ. എന്തായാലും ശ്രീ ശശിധരൻ പ്രത്യേകം നന്ദി. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അൻവർ ഇന്ന് രാവിലെ അൻവർ ഒരു നിരുപാധിക പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് ലീഗുമായിട്ടൊക്കെ ഒരു ധാരണയിലെത്തിയതാണ്. നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു, അൻവറിനെ UDFുമായി സഹകരിക്കുന്നു എന്നൊക്കെ വന്നതാണ്. അവിടെയാണ് അൻവർ പോയി പിന്നെയും കുത്തി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ ലീഗ് തന്നെ അൻവറിനെ തള്ളിപ്പറയുന്ന അവസ്ഥയൊക്കെ വന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഞാൻ തന്നെ. ഞാൻ ഒന്ന് മിമിക് ചെയ്തതാണ്. ഈ ചൂടിന്റെ, ഈ രാഷ്ട്രീയ ചൂടിന്റെ ഇടയ്ക്ക് ഒരു തമാശ ശരി, ഞാൻ വിചാരിച്ചു മോഹൻദാസിന്റെ സൗണ്ട് എന്താ എത്തപ്പെട്ടത് മാറിപ്പോയത്, ആള് മാറിയതാണ്. ചുമ്മാ ഞാൻ നേരത്തെ കിരണിനെ വിളിക്കുമ്പോ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഇപ്പൊ മിമാക്രി ആയി ഇപ്പോ. അപ്പോ ഇത് പണ്ടൊരു നമ്പൂരി പറഞ്ഞ EMS അല്ലാത്ത, അയ്യോ അധികം മഹാൻ ഇല്ലത്തുനിന്നൊക്കെ പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പത്, പെരുവഴിയിലായിപ്പത് അധികം. പിന്നെ ഇത് ഈ ആറ്റം ബോംബിനെ UDF കൊണ്ടുവന്ന് പോയി കഴിഞ്ഞാല് എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ അറിയാം. ഇപ്പൊ തലവേദനയല്ല, ഇത് തലവേദന പോയി UDFന്റെ. ഇയാള് എന്താ കുറച്ച് വോട്ട് കിട്ടിയായിരിക്കും, അതൊന്നും ഇവരൊന്നും ബാധിക്കില്ല. ഇതിപ്പോ സതീശന് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് നമ്മളിപ്പോ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചാനലിൽ കൂടെ കണ്ടതാണ്. അസംബ്ലിയിൽ 150 കോടി കൊണ്ടുവന്നിട്ട് ചാവക്കാട് കൊണ്ടുവന്ന് ഇറക്കിയെന്ന്. ഇവിടെ കൊണ്ടുവന്നു, അവിടുന്ന് കണ്ടെയ്നർ ആളുകൾ നിന്ന് ഇറക്കുന്നു, പിന്നെ വേറെ കണ്ടെയ്നർ കയറ്റുന്നു, മറ്റിടത്തോട്ട് കൂടി കൊണ്ടുപോകുന്നു. അതെ. ഇതൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് ഇത്തിരി ബോധമുള്ളവർക്ക് അറിയില്ലേ, ബുദ്ധിയും ബോധമുള്ളവർക്ക്. സതീശനാലും ഗംഭീര മറുപടിയും പറഞ്ഞതിന് അത് വഷളായി അയാള്.
കഷ്ടം, എന്തിനിങ്ങനെ ഒരു സാധനം ഇത്? ശരി, ഓക്കെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴീ അൻവർ നടത്തുന്ന ഒരു നീക്കം അത് ബുദ്ധിപരമായൊരു നീക്കമാണോ? കിരൺ സാറെ, രാഷ്ട്രീയത്തിൽ പുനർജന്മം കിട്ടാനും വയസ്സ് കൂട്ടിക്കിട്ടാനും നെട്ടോട്ടം ഓടുന്ന ഈ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. അയാൾ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, ധാരാളം അവസരങ്ങളുണ്ട്. ധൈര്യമായിട്ട് അദ്ദേഹം ഇരിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ സാർ. ശരി, ഓക്കെ. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം, അൻവറിന് ഇടതുമുന്നണിയിലേക്ക് പോകാൻ കഴിയില്ല, അപ്പോൾ അൻവറിന് ആശ്രയമാവേണ്ടത് UDF ആണ്. UDF അവരുടെ വാതിലൊക്കെ തുറന്നിട്ടതാണ്. പിന്നെ അൻവർ ഇങ്ങനെ ഉടക്കി വെച്ച് അതില്ലാ എങ്ങനെ അത് മുടക്കാവുന്ന തരത്തിൽ അൻവർ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി, അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള നല്ല ശക്തിയായിട്ടുള്ള ഒരു തറവാടിത്തമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇയാൾ എടുക്കുന്നതിനും പക്ഷേങ്കിൽ ഇയാള് ആര്യാടൻ മുഹമ്മദ് അവരെ മകന ചൗക്കത്തിന് എടുത്തതിന് ശേഷം എന്തെല്ലാം പറയുന്നത്. ഇങ്ങനെയുണ്ട് ഒരു റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണ്ടേ. അയാൾക്ക് കിട്ടുന്ന വോട്ട് വരെ അത് നഷ്ടപ്പെടുവല്ല. ജനങ്ങളെന്താ ബുദ്ധിമാന്മാരല്ല ഇങ്ങനെ. അതുമല്ല, ഇയാൾക്ക് വിളമ്പി വെച്ച ചോറ് ഇയാൾ പോകിക്കളഞ്ഞു. ഇനി മാസ്റ്റർ പാർട്ടിന്റെ അവരെ പറയാതെ വാക്കില്ല. അതെല്ലാം തെറ്റുണ്ടാവും, കുറച്ചെല്ലാം തെറ്റുണ്ടാവും. പക്ഷെ എന്തെല്ലോ ഓവറായിട്ട് ഇനിയെങ്കിലും റെസ്പെക്ട് മേനേഴ്സ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ഒരു നല്ല ഇതായാൽ അയാൾക്ക് ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ PD ജോർജ് സാറ് പണ്ട് കളിച്ച പോലെ അതേ രീതിയിൽ വരും. പിന്നെ ഏതെല്ലോ കളിച്ചവര് ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയിലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശക്തിയിലെ ഒരു പാർട്ടിയല്ലേ. അപ്പൊ അതിലേക്ക് എടുക്കുന്ന ആ എൻട്രി പോയി. എന്നിട്ട് ഇനിയിപ്പോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അന്ന് പറഞ്ഞ പോലെ തേളിന്റെ കളി ആടി അമർത്തി, ഇപ്പുറം അമർത്തി, ആടി അമർത്തി, ഇനിങ്ങനെ ഓരോന്ന് എടുക്കൂല. ഇതെന്തെന്ന ഇയാൾ രാഷ്ട്രീയം അങ്ങനെ പോട്ടെ. ഏതൊരു രാഷ്ട്രീയം പോയിട്ട് ഇനി രാഷ്ട്രീയം മതിയാക്കുന്ന ഞാൻ അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ. ഈ പ്രായമുള്ള ആൾ ഒപ്പീനിയൻ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് ഈ അൻവറിന്റെയും PCOറിന്റെയും കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ അവസരമൊക്കെ ഇപ്പം അവിടുന്ന് അവിടെ നിന്ന് സർക്കാരിനെയും ആ പാർട്ടിയും എല്ലാം പള്ളം നിന്നേം പറഞ്ഞ് ഇങ്ങോട്ട് ചാടി വന്നു. ഇവിടെ ചാടി വന്നപ്പോൾ അയാൾക്ക് എങ്ങനെയല്ലേ എവിടെയെങ്കിലും കയറി പറ്റാനല്ലേ നോക്കുന്നത്? അത് UDFലല്ലേ LDFലല്ലേ NDAയിലൊക്കെ ഒരു തീരുമാനമുണ്ട്. ഒരു കക്ഷി വരുമ്പോൾ അവരെല്ലാം കൂട്ടായി ചർച്ച ചെയ്ത് കേന്ദ്രത്തിന്റെ എല്ലാ അനുവാദമൊക്കെ മേടിച്ചു വേണം. ഇതിലിങ്ങോട്ട് വന്നുടനെ കേറ്റെന്ന് പറഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ പുത്തിരി കണ്ടമേതാണോ ഇത്? ഇന്നലെ മീഡിയ സയൻഷൻ അവിടെ UDFന്റെ എല്ലാം കൂടെ അദ്ദേഹം കറക്റ്റായ കാര്യം പറഞ്ഞു. നിങ്ങൾ സഹകരിക്കേ, നിങ്ങളെ ആരും തടയത്തില്ല, നിങ്ങൾക്ക് ഒരിടമുണ്ട്. അത് കേൾക്കുകയില്ല. അത് കേൾക്കാതെ കണ്ട് കോൺഗ്രസ്സുകാരെ UDF എല്ലാം വാരിക്കൂരി അത് പറയാം, സ്ഥാനാർത്ഥി അപമാനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാം. അപ്പൊ ഇതിനൊക്കെ അവസരം തന്നെ അയാൾ തന്നെ കളഞ്ഞു കുളിക്കുക. പണവും താരും ഉണ്ടെന്നുണ്ട് എന്തും വിളിച്ചു പറയണോ? ഇപ്പം കേസ് പോലെ വന്ന് ചർച്ച ചെയ്യുന്ന പറഞ്ഞു. കേസ് പോലെ വന്നാലും അവിടെ നിൽക്കേ എന്നേ പറയാവുള്ളൂ. ഇനിയിപ്പം UDF തീരുമാനിച്ച് അയാൾക്ക് തീരുമാനം എടുക്കും. താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുക, സഹകരിക്കുക. ഞാൻ അടുത്ത പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ശ്രീ സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഈ അൻവറിന്റെ നീക്കങ്ങളെ കാണുന്നത്? അതൊരു ആത്മഹത്യാപരമായ നീക്കമാണോ അതോ ഒരു ബുദ്ധിപരമായ നീക്കമാണോ? ശ്രീ രാജനാണ്, വടകരയിൽ നിന്നാണ്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് അൻവറിനെ കാണുന്നത്? ഹലോ സാറേ, പറഞ്ഞോളൂ സാറേ. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ചുരുക്കി പറയണം. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ചുരുക്കി പറയണം. ചുരുക്കി പറയും സാർ. അൻവർ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനാണ്. ശരി. അയാള് വേറൊരു കാര്യം നോക്ക്. അയാള് ഇത്ര കാലം UDF വളർന്ന് LDFലേക്ക് പോയി. LDFന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു തന്ത്രശാലിയായി ജീവിച്ചിട്ട് പിന്നീട് അവിടുന്ന് ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെയാകുമ്പോൾ മറുകണ്ഠം ചാടി എനിക്ക് അതിലും വലിയൊരു ആദ്യമാണ് ഇപ്പൊ എന്ന് വെച്ചാൽ കോൺഗ്രസോ അല്ലെങ്കിൽ ലീഗോ അത് അംഗീകരിക്കൂല. കാരണം വെച്ചാൽ ലീഗോ കോൺഗ്രസോ സീറ്റ് കൊടുക്കാൻ അനുവദിക്കൂല അവർക്ക്. അക്കാരണത്താൽ അവർ ഇതിനെ തർപ്പിച്ച് 4ാം തരക്കാരനാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ശ്രമത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലും. ശരി, ഇപ്പൊ താങ്കളുടെ 4 കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു.
ശ്രീ നൗഫലാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ നൗഫൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ PV അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം ഒടുവിൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലേക്കാണോ പോകുന്നത്? PV അൻവർ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിന്റെ കൂടെ ആളുണ്ടായിട്ടാണല്ലോ അന്ന് LDF PV അൻവറിനെ കൂട്ടിയതും അന്ന് സ്വതന്ത്രനായിട്ടാണ് LDF ആയിട്ട് ജയിക്കുകയും ചെയ്തതും. താങ്കൾ പറഞ്ഞോളൂ. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഇപ്പം കേരളത്തിൽ അത്യാവശ്യം മൂന്നാം മുന്നണിയുടെ ഒരു പോക്ക് ഇപ്പോഴും ഉണ്ട്. ഇടതും വലതും ഭരിച്ച് ഇപ്പൊ കേരളം ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക. മൂന്നാം മുന്നണി എന്തായാലും ഇപ്പൊ PV അൻവർ പോകുന്ന രീതിയിൽ ഇത് വേണ്ട, ഇവർ രണ്ടുപേരും വേണ്ട, തനിച്ച് നിന്നൊരു മൂന്നാം മുന്നണി ഉണ്ടാക്കിയാണെങ്കിൽ ഇവിടുത്തെ ചെറുകക്ഷികളായ ഒരുപാട് പാർട്ടികൾ PV അൻവറിന്റെ കൂടെ കൂടാൻ ഏത് പാർട്ടിയാണ് ശ്രീ നൗഫൽ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കി അതിനകത്ത് PV അൻവറിനെ നേതാവായി കണ്ട് കൂടെ പോകാനുള്ള പാർട്ടികൾ ഏതൊക്കെയാണ്? PV അൻവറിന്റെ കൂടെ പോകാൻ ഒരുപാട് ചെറുകക്ഷി പാർട്ടികൾ ഒരു മൂന്നാല് പാർട്ടിയുടെ പേരെന്ന് പറയാം, നമുക്കൊന്ന് കേൾക്കാമല്ലോ. കേരള കോൺഗ്രസ് തന്നെ കിടപ്പുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമോ അതോ ജോസ് കെ മണി വിഭാഗമോ? പോലത്തുള്ള മുസ്ലിം രാഷ്ട്രീയമായ പാർട്ടികൾ കിടപ്പുണ്ട്, വെൽഫെയർ പാർട്ടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ കേരളത്തിലുണ്ട്. വെൽഫെയർ പാർട്ടിയൊക്കെ പോയതുകൊണ്ടോ ഏതെങ്കിലും ഒരു മൂന്നാം കക്ഷിയായിട്ട് നിന്നാൽ ശേഷിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് പറ്റുന്ന ഒരു മൂന്നാല് പാർട്ടിയുടെ പേരെങ്കിലും വേണ്ടേ പറയാം? ഒരുപാട് പാർട്ടികൾ അതിൽ നിന്ന് ഇപ്പോഴും CMP പോലത്തുള്ള പാർട്ടികൾ ഒരുപാടുണ്ട്. CMP UDF-ന്റെ ഭാഗമല്ലേ? UDF-ന്റെ ഭാഗമല്ലാത്ത CMP ഇപ്പോഴും ഉണ്ട്. അതിലൊക്കെ ആളുണ്ടോ? ഇതൊക്കെ ഈ പറയുന്നത് നിർത്താൻ സ്ഥാനാർത്ഥികളെങ്കിലും ഒക്കെ വേണ്ടേ അവിടെയൊക്കെ? ഈ പറയുന്ന പാർട്ടികൾ അണികളെ ഇപ്പോഴും ഉള്ളൂ. ശ്രീ നൗഫലെ, ഒരു മൂന്നാം മുന്നണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും 3-4 പാർട്ടികളൊക്കെ ഉണ്ട്. ശരി, അതൊക്കെ പറയുന്നതിനകത്ത് താങ്കൾക്ക് അങ്ങനെ ഒരു 10 ആളുള്ള ഒരു പാർട്ടിയുടെ പേര് പോലും പറയാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മൂന്നാം മുന്നണിയുടെ നേതാവായി ഇയാൾ മാറും, അൻവർ മാറും എന്നൊക്കെ പറയുന്നത്? സാറേ, ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ ഇപ്പം സമ്പത്തില്ലാത്ത ഏതെങ്കിലും പാർട്ടി ഉണ്ടോ സാറേ? സമ്പത്തല്ലല്ലോ, വോട്ടുള്ള പാർട്ടി ഏതൊക്കെ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? വോട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ വോട്ട് ആരാണ് അവിടെ നല്ല സ്ഥാനാർത്ഥിക്കുന്ന അവർക്ക് വോട്ടുണ്ടാവും. അന്നേരം PV അൻവർ മോശമായിട്ടാണോ പുള്ളിക്കാരൻ അവിടെ 2 വട്ടം MLA ആയത്? അത് ഇടതു മുന്നണിയുടെ പിന്തുണയോടുകൂടിയല്ലേ MLA ആയത്, സ്വന്തം നിലയിലല്ലേ? എന്തുകൊണ്ടാണ് LDF നമ്മുടെ പിന്തുണ കൊടുത്തത്? അവിടെ LDF-ന്റെ വോട്ടിന്റെ കൂടെ അൻവറിന്റെ വോട്ട് കൂടി ചേർന്നാൽ ജയിക്കുമെന്നുള്ളതുകൊണ്ട് അത് നിസ്സാര വോട്ടിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. സാറേ, അതല്ല, LDF എന്തുകൊണ്ടാണ് അന്ന് PV അൻവറിന് പിന്തുണ കൊടുത്തത്? ശ്രീ നൗഫലെ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇടതു മുന്നണിയുടെ വോട്ടിനൊപ്പം അൻവറിന്റെ വോട്ട് കൂടി കിട്ടിയാൽ അവിടെ ജയിക്കുക. അതൊരു UDF-ന്റെ മണ്ഡലമാണ്, അത് പരമ്പരാഗതമായി UDF-ന്റെ കോട്ടയാണ്. അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് ജയിക്കാൻ വേണ്ടി അവർ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. എന്നിട്ട് തന്നെ കഴിഞ്ഞ തവണ 2700 വോട്ടിനാണ് ജയിച്ചത്. അല്ല, അതൊക്കെ ശരിയാണ്. ഇപ്പൊ ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നാളെ മൂന്നാം മുന്നണി ഇയാൾ ഉണ്ടാക്കും, ആ മൂന്നാം മുന്നണിയിലേക്ക് കുറെ പാർട്ടികളൊക്കെ പോകുന്നൊക്കെ പറയുമ്പോൾ ഏത് പാർട്ടിയുടെ? താങ്കൾ പറഞ്ഞ ഈ വെൽഫെയർ പാർട്ടിയും CMP-യുടെ വിഘടിത രൂപവും ഒക്കെയാണ് പറയുന്നത്, അല്ലാതെ ഒരു പാർട്ടിയൊന്നും പറയാനില്ലല്ലോ. അല്ല, സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഈ പറയുന്ന അൻവറിനെതിരെ LDF നിന്ന് അൻവർ രാജിവെച്ച് ഇറങ്ങുമ്പോൾ LDF-നെതിരെ അൻവറിനെതിരെ ഒരു അലിഗേഷനും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി അവിടെ മോടിച്ച് അവിടുന്ന് ഇവിടുന്ന് കട്ടെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി അന്ന് ആരോപിച്ച കാരണം കൊണ്ട് പറഞ്ഞു. അത് നമ്മളെ CM കേൾക്കാത്തതുകൊണ്ടാണ്, CM അത് അന്വേഷിക്കാത്തതുകൊണ്ടാണ് പുള്ളി ഇവിടുന്ന് ഇറങ്ങുന്നത്. ശരി ശ്രീ നൗഫലിൻ്റെ ആഗ്രഹം എന്തായാലും നടക്കട്ടെ. എന്നാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ PV അൻവർ വിഷയത്തിലെ PV അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തു ചാടിയപ്പോ MLA സ്ഥാനം രാജിവെച്ചപ്പോ അങ്ങേർക്കൊരു നിലപാട് ഉണ്ടാവേണ്ടതായിരുന്നു. UDF-ൽ ചേരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്താ പറയാ, സംയമനം പാലിച്ചുകൊണ്ട് വർത്തമാനം പറയേണ്ടതായിരുന്നു. നിയുക്ത ഒന്നാമത്തിൽ അദ്ദേഹം MLA അടുത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, സപ്പോർട്ട് പ്രഖ്യാപിച്ചു. അത് ഈ UDF സംവിധാനത്തിന് മുഖവിലയ്ക്ക് എടുക്കാതെ സ്വയം അഭിപ്രായങ്ങൾ പറഞ്ഞത് ഒരു വലിയ തെറ്റ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോഴും കുറച്ചും കൂടി സംയമനത്തോടിട്ട് പ്രതികരിക്കേണ്ടതായിരുന്നു, എതിർക്കേണ്ടതായിരുന്നു. നമ്മൊരു മുന്നണിയുടെ ഭാഗമാവുന്ന ഇത്ര വലിയൊരു സംവിധാനമാണല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിക്കുന്ന ഒരാളെ എതിർത്ത് സംസാരിച്ചത് ശരിയല്ല, അതൊരു സംയമനത്തിന്റെ ഭാഗമല്ല. അപ്പൊ പിന്നെ കോൺഗ്രസിലുള്ള പലരും അഭിപ്രായങ്ങൾ പറയും. എന്തായാലും എല്ലാവരും നിയന്ത്രണം പാലിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വാവിട്ട് പോയത്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ കൂടിയാണല്ലോ. ഈ കോൺഗ്രസ് പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ രൂക്ഷമായ ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷവും ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അടക്കം പരിശോധിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അകത്തെടുക്കാം, ഒറ്റപ്പെടുത്താനില്ല, ഒരു അനുനയ സ്വരമാണ്. ഈ കോൺഗ്രസിന് ശരിക്കും ഒരു പേടിയുണ്ടോ ഈ അൻവർ പോയാൽ ചെറിയൊരു അബദ്ധം പറ്റുമോ എന്ന്? ബിനോയുടെ ടെലിഫോൺ വന്നിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സെയ്തു ആണ്. ശ്രീ സെയ്തു, താങ്കൾക്ക് പറയാം. ഹലോ, സെയ്തു പറഞ്ഞോളൂ. അതായത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് 2016-ലും 2021-ലും ജയിച്ചതാണ്. ഹലോ, അതെ പറഞ്ഞോളൂ. ജയിച്ചതാണ്. പക്ഷെ ഇനിയൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് അൻവറിനോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശെൽവരാജിന്റെയും അത്തലക്കുട്ടിയുടെയും ഗതി തന്നെയായിരിക്കും അൻവറിനുണ്ടാവാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അൻവറിന് എന്ത് ചെയ്യാൻ കഴിയും ഈ സമൂഹത്തില്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറെ സാമ്പത്തികമുണ്ട്, ആ സാമ്പത്തികം സംരക്ഷിക്കണം. അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്. ഇതിനേക്കാൾ ഉപരി അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. LDF പോലും അദ്ദേഹത്തിന്റെ CPM ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോഴേ അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി നിർത്തി ജയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഒന്നും ചെയ്യാനില്ല. പിന്നെ അൻവറിനെ പറ്റി എനിക്ക് പറയണമെങ്കിൽ TK ഹംസ പറഞ്ഞ മാതിരിയുള്ള വാക്ക എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരു വെടക്കാണ്, അതിനെ ഒഴിവാക്കുക. എല്ലാ രാഷ്ട്രീയക്കാരും പത്രക്കാരും അതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരി, ഓക്കെ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ PV അൻവറിന് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ? അദ്ദേഹത്തിന് ഇടതുമുന്നണിയിലേക്ക് പോകാൻ കഴിയില്ല, UDF-ലേക്ക് ആകെ ആശ്രയം UDF ആണ്, അല്ലെങ്കിൽ പിന്നെ BJP-യിലേക്ക് പോകണം. BJP-യിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊന്നും ഒപ്പം കാണില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ കുറെ കൂടിയൊക്കെ ശ്രദ്ധിച്ചു വേണ്ടേ നീക്കങ്ങൾ നടത്താൻ? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇതിപ്പോ കിരൺ ബാബു, ഇപ്പം UDF എടുക്കുവാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയണം. 150 കോടി രൂപയുടെ കർണാടകത്തിൽ നിന്ന് കൊടുക്കുന്നതിന്റെ കാര്യം എങ്ങനെയായി? രണ്ടാമത് DNA ടെസ്റ്റിന്റെ കാര്യം റിസൾട്ട് എല്ലാം കിട്ടിയോ? ഇതൊക്കെ നമുക്കറിയണമെന്നൊരു ഇതുണ്ട്. കാരണം കേരളത്തിൽ ജനങ്ങള് അറിയേണ്ട കാര്യങ്ങളാണ്. നിയമസഭയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഈ 150 കോടി രൂപയുടെ. അപ്പം ഇത് ധാരണയിലായിട്ട് ഇവരെടുക്കാവുള്ളൂ. എടുക്കുവാണെങ്കിൽ നമ്മളോട് പറയണം എങ്ങനെയായി, ധാരണ എങ്ങനെയായി എന്നൊക്കെ. ഇതിപ്പോ സത്യം VD സതീശനെ എടുത്തിട്ടുണ്ട്. VD സതീശന്റെ അത്രവും UDF-ലെയും പുള്ളി എടുത്തിട്ടുണ്ട്, അൻവറിനെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ നിയമസഭയിലിട്ട് വാരി അരക്കിയതാണ് അൻവർ ഈ VD സതീശനെ. ഞാൻ പറയുന്നത് ഈ പുള്ളിയെ അതുപോലെ BC ഓറിനെയൊക്കെ എടുക്കരുതായിരുന്നു ഒരു ടീമിൽ. BC ഓറിന് BJP വന്നതിലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. BC ഓറിന് ഒന്നും എടുക്കരുത്. അതുപോലെ ഈ പുള്ളിയൊക്കെ ഇല്ലാതാക്കി പോകണമെന്ന് ആരും എടുക്കാതെ പോരാണ്. ഈ പുള്ളിയൊക്കെ ഒന്നും അല്ലാതെ ആയി പോകും. ശരി, കൃഷിക്കൊക്കെ വല്ലയിടത്തൊക്കെ പോകും. വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ഈ PV അൻവറിന്റെ നീക്കങ്ങൾ ഒരു ബുദ്ധിപരമായ നീക്കമായി വിലയിരുത്തുന്നുണ്ടോ? ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. ഞാൻ പറയാൻ വന്നതേ, ഈ നാട്ടിലൊക്കെ ഓരോരുത്തർ പോത്തിനെ വളർത്തുക, അത് വളർന്നു കഴിയുമ്പോൾ അതിനെ വിൽക്കും. അപ്പൊ വാങ്ങാൻ വരുന്ന ആള് അതിന് വില പറയും. എന്നിട്ട് ഈ പോത്തിനെ വളർത്തിയ ആളും വാങ്ങാൻ വരുന്ന ആളും തമ്മിൽ ഭയങ്കര വിലപേശൽ നടക്കും. ചിലപ്പോൾ കച്ചവടമാവും, ചിലപ്പോൾ കച്ചവടം ആവില്ല. അങ്ങനെ ഒരു വിലപേശൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ഈ ആലപ്പുഴയില് കൊപ്ര വിൽക്കാൻ ചെല്ലുമ്പോഴേ, ഞാൻ അവിടെ പോയിട്ടുള്ളതാ, അവിടെ ഈ കൊപ്ര വാങ്ങുന്ന ആളും കൊണ്ടുചെല്ലുന്ന ആളും തമ്മിൽ ഇടയ്ക്കൊരു ശ്രീ കൃഷ്ണൻകുട്ടി, ഈ പോത്തിനെ ആണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ, അങ്ങനെ ഒരു ഉപമ പറയുന്നെങ്കിൽ അതിനെ വളർത്തിയത് ആരാണ്? അതെ, ഞാൻ അതിന്റെ അടുത്ത ഉപമയിലേക്കാ പോയത്. ഈ കൊപ്ര വിൽക്കാൻ ചെല്ലുമ്പോഴേ ഈ ബ്രോക്കറും കൊണ്ടുചെല്ലുന്ന ആളും തമ്മിൽ താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീകൃഷ്ണൻകുട്ടി, കേൾക്കാമോ? തമ്മിലാ സംസാരിക്കുക, അത് നമുക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഈ ബ്രോക്കർ നമ്മളോട് പറയും ഇതാണ് വിലയെന്ന്. സൗകര്യമുള്ളവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കാം. അങ്ങനെ ഒരു വിലപേശൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വിലപേശൽ കണ്ടിട്ടുള്ളത് ബോംബെ തെരുവിലാ. അത് പറയാൻ കൊള്ളാത്ത വിലപേശലാ. അവിടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ ഈ രീതിയിലുള്ള വിലപേശൽ നടത്തി നമ്മുടെ രാഷ്ട്രീയത്തെ, കേരളത്തിൽ അന്തസ്സായിട്ട് നടക്കുന്ന രാഷ്ട്രീയത്തെ ഇത്രയും മലീമസമാക്കുന്ന ഒരു സംഭവമാണ് ഈ അൻവറും ഈ UDF-കാരും ഇതേ അൻവറിനെ കൊണ്ടുവന്ന ആരാണ്? അൻവറിനെ കടന്നൽ രാജാക്കി നിർത്തി വളർത്തി നാട്ടിലെല്ലാവർക്കും എതിരെ തെറി പറയാൻ അൻവറിനെയും അൻവറിന്റെ സൈബർ സേനയൊക്കെ ഉപയോഗിച്ച ആരാണ്?
അതുകൊണ്ടല്ലേ ഞാൻ പോട്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഓക്കെ, സമ്മതിച്ചു. താങ്കൾ കൂടി ഇങ്ങനെയുള്ള വിലപേശലുകൾ നടക്കുന്നത് ഒരുമാതിരി വലിയ കുഴപ്പമില്ലാതെ അന്തസ്സോടെ നടക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ പൊതുവെ മറ്റു സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതിപ്പോ ഏറ്റവും മലീമാസമാക്കുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ UDF-കാരും നമ്മൾ ബഹുമാനിക്കുന്ന ചില UDF നേതാക്കന്മാരുണ്ട്, അവര് വരെ ഇതിനകത്ത് ഭാഗഭാക്കാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും മലീമസമായ ഒരു രാഷ്ട്രീയം കേരളത്തിലെ എന്റെ ഓർമ്മയിൽ ഞാൻ ഏതാണ്ട് ഒരു 60-കൾക്ക് ശേഷമുള്ള രാഷ്ട്രീയങ്ങളൊക്കെ എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട്. ഇത്രയും വൃത്തികെട്ടതായിട്ട് നടക്കുന്നത് ഇപ്പൊ മാത്രമാണ്. ഇതിൽ ഒഴിവാക്കണം. പ്രബുദ്ധരായ നമ്മളെ കേരളീയരെ ഇവരെല്ലാം ഒഴിവാക്കി നല്ല കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയമില്ലാത്തതുകൊണ്ടാണ് 60-കൾക്ക് ശേഷമുള്ള രാഷ്ട്രീയം ഇത്രയും മോശമാണെന്നൊക്കെ പറയുമ്പോൾ ഇതിലും വലിയ മുന്നണി ചാട്ടങ്ങളൊക്കെ പരസ്പരം കേരളത്തിലെ മുന്നണികളൊക്കെ നടത്തിയ കാലമൊക്കെ 60-ന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. നിന്ന നിലയിൽ ആളുകൾ അപ്പുറത്ത് മറികണ്ഠം ചാടിയത്, നിയമസഭയ്ക്കുള്ളിൽ മറികണ്ഠം ചാടിയതും ഒക്കെ ചരിത്രമുള്ളതാണ്. എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര ഓപ്പൺ വിലപേശൽ നടന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഞാൻ പലതും പറഞ്ഞു. അതുപോലെ ഒരു വിലപേശലോ പരസ്യമായി ഇങ്ങനെ ഒരിടത്ത് ഒരിക്കലും നടന്നിട്ടില്ല. ശരി, ഓക്കെ. എന്തായാലും അതൊക്കെ രഹസ്യമായിട്ടായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ. ശരി, ഓക്കെ. എന്തായാലും ഇതിനു മുമ്പും ഇത്തരത്തിലേക്കുള്ള ചാട്ടങ്ങളും മുന്നണി മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. കേരളത്തെ അമ്പരിപ്പിക്കുന്ന നീക്കങ്ങളൊക്കെ. ശ്രീ ഗിരീഷാണ് ബെഹ്റിൽ നിന്നും. ശ്രീ ഗിരീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കത്തെ കാണുന്നത്? ശ്രീ അനസാണ് കോട്ടയത്ത് നിന്നും. അനഫാണ്. ശ്രീ അനഫ് പറഞ്ഞോളൂ. ഹലോ, അനഫല്ലേ? അതെ, പറഞ്ഞോളൂ സാറേ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാ, അൻവറിനെ UDF-ൽ എടുക്കേണ്ട ഒരു കാരണവും ഇല്ല, ഒരാവശ്യമില്ല. ഇത്രയും ഡിമാൻഡും വെച്ച് ആ പുള്ളിയെ എടുത്തിട്ട് ഒരു കാര്യമില്ല. കോൺഗ്രസിന് ദോഷം ചെയ്യേ ഉള്ളൂ. ഞാൻ വലിയ കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഇതുണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് വോട്ടവകാശം കിട്ടിയത് തൊട്ട് ഞാൻ കോൺഗ്രസിനെ വോട്ടിടുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് അൻവറിനെ പോലുള്ള ഒരാളെ എടുക്കേണ്ട ഒരാവശ്യമില്ല, അത്രേ പറയാവുള്ളൂ. ഞാൻ രാവിലെ VD സതീശൻ സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതേപോലെ. പുള്ളി എടുത്തില്ല. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു? പുള്ളി എടുത്തില്ല. പുള്ളി എന്തോ മീറ്റിംഗിലാണ്. പുള്ളിയുടെ PA എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അൻവറിന്റെ നീക്കങ്ങളിൽ ഏതെങ്കിലും പ്രതീക്ഷ വെക്കാവുന്ന നീക്കങ്ങളാണോ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അൻവറിന്റെ നീക്കങ്ങളിൽ പ്രതീക്ഷ വെക്കേണ്ട. അൻവറിനെ ഈ കോൺഗ്രസിലേക്ക് കൂട്ടേണ്ടെന്ന് ആവശ്യമില്ല. കാരണം അൻവറിന് അത്രേ വോട്ട് അവിടെ കിട്ടാനുള്ളൂ. അൻവർ ഇപ്പൊ എന്ന് വെച്ചാൽ ആ തൃണമൂൽ എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് കോൺഗ്രസിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്നേ ഉള്ളൂ. അല്ലാതെ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം കോൺഗ്രസും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും മാർക്സിലേക്ക് പോകുന്നില്ല, ഒരു പാർട്ടിയും സ്വീകരിക്കില്ല. അപ്പം കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുക, അൻവറിനെ ചേർക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, നേരത്തെ താങ്കളെ വിളിച്ചപ്പോൾ കട്ടായി പോയിരുന്നു. ഈ താങ്കളുടെ പാർട്ടിക്ക് ഈ അൻവറിനെ ഇപ്പോൾ വീണ്ടും വി ഡി സതീശനെതിരെ ഇത്രയെല്ലാം പറഞ്ഞ അൻവറിനെ KC വേണുഗോപാൽ വന്നിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാമെന്നുള്ള വട്ടിൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള വട്ടിലാണ് അദ്ദേഹത്തിന്റെ പതിയാണ്. ഈ അൻവർ പോയാൽ ചെറിയൊരു ആശങ്കയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇന്നത്തെ കിരൺ, ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ. കാരണം അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ 20,000 വോട്ടിന് മുകളിൽ അവിടെ ജയിക്കാൻ നല്ല സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പരേതനായ പ്രകാശൻ മാസ്റ്റർ 2,700 വോട്ടിന് മാത്രമാണ് തോറ്റുപോയത്. അതുകൊണ്ട് അവിടെ UDF ഇന്നലെ പറഞ്ഞല്ലോ പല മീഡിയകളിലും, അവിടെ UDF അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അൻവർ കുറെ നിന്ന് ഇപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെയും UDF-നെയും ഒക്കെ കുറ്റം പറഞ്ഞ് വരുമ്പോൾ അങ്ങനെ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അൻവർ സമീപനം പാലിക്കണമായിരുന്നു. ഒരക്ഷരം പൊതുവേദിയിൽ വന്ന് പൊതുവേദി മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക്കായിട്ട് സംസാരിക്കാതെ എങ്ങനെ പറഞ്ഞോളൂ. ഹലോ, പബ്ലിക്കായിട്ട് സംസാരിക്കാതെ അദ്ദേഹം ഏതെങ്കിലും ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഓക്കെ. ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം വിരുദ്ധമായി സംസാരിക്കുകയും വീണ്ടും ഞങ്ങൾ UDF-കാർ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ
കൊണ്ടുവരും. അതിന്റെ ഒരു അവസ്ഥയില്ല. ഒരു സീറ്റിൽ ചിലപ്പോൾ തോൽക്കുമായിരിക്കും, വിജയിക്കുമായിരിക്കും. പക്ഷേ കിരൺ, ഞാനൊരു കാര്യം പറയാം, 140 സീറ്റിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് UDF. ആ UDF കേരളത്തിൽ 100 സീറ്റിന് മുകളിൽ പിടിച്ചുകൊണ്ട് ശരി, എന്തായാലും അത് നിയമസഭ വരട്ടെ. ശ്രീ ബിനോയ്, ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ശ്രീ കാർത്തികേയനാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ കാർത്തികേയൻ, താങ്കളിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു ഷിജു കിരിയത്ത്. കയ്യേറ്റക്കാരനും സ്വർണ്ണഖനിക്കാരനെയും കോൺഗ്രസ് മുന്നണിയിൽ വന്നാൽ ഇടതുപക്ഷം 100% വിജയിക്കുമെന്ന് പറയുന്നു പ്രമോദ് നാണു. ശ്രീ പ്രമോദ് നാണു, ഇതേ ആരോപണങ്ങളെല്ലാം നേരത്തെയും ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോഴും അതിനു മുമ്പും ഒക്കെ ഉള്ളതാണ് അൻവറിന് നേരെ. അപ്പോഴാണ് ഇടതുമുന്നണിയിൽ ജയിച്ചത്. അങ്ങനെ അത്തരം ആരോപണങ്ങളുടെ പേരിലാണെങ്കിൽ മറിച്ചും സംഭവിക്കണ്ടാവല്ലോ. നമസ്കാരം, അൻവർ കോൺഗ്രസിന് 2 ദിവസത്തെ അന്ത്യശാസനം കൊടുത്തു. 2 മിനിറ്റ് കൊണ്ട് സതീശൻ അൻവറിന് ജോലി നോക്കാൻ പറഞ്ഞു വിട്ടു എന്ന് ജയകുമാർ പറയുന്നു. ദിലീപ് കുമാർ പറയുന്നു, LDFനെതിരെ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ കൂടുതൽ പ്രചാരണം കൊടുത്തപ്പോൾ തനിക്കെന്തോ വലിയ ശക്തി ഉണ്ടെന്ന് അദ്ദേഹം കരുതി. എല്ലാം കഴിയുമ്പോൾ അയാളെ വലിച്ചെറിയും എന്ന് ദിലീപ് കുമാർ പറയുന്നു. കേരള ബോക്സ് ഓഫീസ് പറയുന്നു, അൻവർ വലിയ സംഭവമൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടുള്ളപ്പോൾ കുറച്ചുകാലം കുന്തളിച്ചു. LDFലോ UDFലോ ഉൾപ്പെടെ സ്വന്തമായി മത്സരിച്ചാൽ 9 വർഷം MLA ആയിരുന്നു എന്ന നിങ്ങളുടെ പിൻബലത്തിൽ 4% വോട്ട് നേടാം എന്നൊക്കെ പറയുന്നു. ഈ കണക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിളമ്പി വെച്ച ആഹാരം കഴിക്കാൻ അൻവറിന് ഭാഗ്യമില്ലാതായി എന്നാണ് ജയകുമാർ പറയുന്നത്. ഷാജി ഭാസ്കറിന് ഹായ് പറയുന്നു. ജൂബിലി ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് സംഘപരിവാർ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉരക്കേട് കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആന്റണി രാജൻ, അൻവറിനെ കൂടെ കൂട്ടിയാൽ പൊട്ടി പാളിസാകും. അൻവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ, പിന്നെ എന്തിനാ തങ്ങുന്നത് എന്ന് ആന്റണി രാജൻ. ജയകുമാർ ചോദിക്കുന്നു, കോൺഗ്രസിന് പേടിയുണ്ടെങ്കിൽ സതീശൻ ഇന്നലെ അൻവറിനോട് ജോലി നോക്കി പോകാൻ പറയുമോ എന്ന് ചോദിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ മുന്നണിയെ കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് രഘുനന്ദനൻ തിരുമുല്ലാവാരം പറയുന്നു. ശരി, എന്തായാലും നമുക്ക് കാർത്തികേയനിലേക്ക് തന്നെ. ശ്രീ കാർത്തികേയൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. എനിക്ക് മനസ്സിലാവാത്ത ഈ കോൺഗ്രസ്സുകാരെന്തോ ഈ അൻവറിനെ ഇപ്പോഴും നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ അൻവറിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഞങ്ങൾ ഉൾക്കൊള്ളും, അൻവറിനെ ഞങ്ങളുടെ കൂടെ കൂട്ടും. ഇത് എന്തിനാ ഇവരിന്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. രണ്ടാമത്, ഇവരെല്ലാവരും ഇപ്പൊ ചാനലിലുള്ള റിപ്പോർട്ടർമാരും ചോദിക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാ കോൺഗ്രസിന്റെ നേതാവായാലും അൻവർ ആയാലും പറയുന്നത്, ഞാൻ പിണറായിനെതിരെ, പിണറായിയുടെ ദാർഢ്യത്തിനെതിരെ, പിണറായിയുടെ സ്വജനപക്ഷപാതത്തിനെതിരെയാണ് രാജിവെച്ച് MLA സ്ഥാനം വരെ രാജിവെച്ചിട്ട് ഞാനെന്തോ കാലുകൊണ്ട് കിരീടം തട്ടിക്കളഞ്ഞിട്ട് വന്നത്. അൻവറൊന്നും തട്ടിക്കളഞ്ഞിട്ടൊന്നും അല്ല വന്നത്. അൻവർ ശരിക്കും തനിക്ക് എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അൻവറിന് രാജിവെക്കേണ്ടി വന്നതാണ്. കാരണം വെച്ചാൽ അയോഗ്യനായ പിന്നെ മത്സരിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ലെന്ന് കണ്ടപ്പോഴാണ് രാജിവെച്ചത്. അല്ല, ആദ്യം രാജിവെച്ചിട്ടല്ല പുറത്തോട്ട് വന്നത്. പുറത്ത് വന്ന് കുറെ ഇതൊക്കെ കാണിച്ചതിന് ശേഷം നിലനിൽപ്പില്ലെന്ന് വന്നപ്പോഴാണ് രാജിവെച്ചത്. പക്ഷെ അതൊന്നും ഈ ചാനലിലുള്ള റിപ്പോർട്ടർമാർ പോലും അവർ ഇത് പറയുമ്പോൾ ഇത് ചോദിക്കുന്നത് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കി ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോയെന്നല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ ആ മുന്നണിയുടെ ഭാഗമായി പിന്നെ നിൽക്കാമല്ലോ. അല്ല, രാജിവെച്ചത് എപ്പോഴാ? അല്ല, രാജിവെച്ച എപ്പോഴാണ് അൻവർ രാജിവെച്ചല്ലോ. അൻവർ രാജിവെച്ച വിഷയത്തിൽ നമ്മൾ അങ്ങനെ അൻവറിനെ മറ്റു വിഷയത്തിലൊക്കെ ആക്ഷേപിക്കാം. പക്ഷെ ആ വിഷയത്തിൽ അൻവറിന്റെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് ഇടതുമുന്നണിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ. അങ്ങനെ ഒരാൾ രാജിവെച്ചിട്ട് അയാൾ രാജിവെച്ചില്ല, അയാൾ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെ പരസ്യമായി പറയാനൊക്കെ തയ്യാറായില്ലേ? തയ്യാറായതിനു ശേഷം ലാസ്റ്റ് ഇത് പണിയാവൂന്ന് കണ്ടപ്പോഴാണ് രാജിവെച്ചത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ രണ്ടുപേർക്കും പറയാനൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ അത്തരം ഒരു സൗകര്യത്തെ വേണ്ട എന്ന് വെക്കാൻ അൻവർ തയ്യാറായല്ലോ. അത് തന്നെ. അതിന് മുമ്പ് രാജിവെച്ചിട്ട് അന്നേരം തന്നെ രാജ്യങ്ങളുടെ മക്കളാണ് അൻവറിനെ ഇടതുമുന്നണി എങ്ങനെ മത്സരിപ്പിക്കുന്നത്? ഇടതുമുന്നണി അൻവറിനെ മത്സരിപ്പിക്കുന്നത് അൻവർ ഇടതുമുന്നണിക്കാരനായിട്ടാണോ? അല്ലല്ലോ. അല്ല, ഒരു തന്ത്രപരമായ അൻവറിനെതിരെ അതിനു മുമ്പ് ഇത്തരം ആരോപണങ്ങളെല്ലാം ഉണ്ട്. അൻവർ ഇങ്ങനെയൊക്കെയാണ് അൻവറിന്റെ പ്രതിച്ഛായ എല്ലാവർക്കും അറിയാം. അപ്പോഴും അവിടുത്തെ അത്യാവശ്യം വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു കാശുകാരനായ ഒരാൾ എന്ന നിലയ്ക്കല്ലേ ഇടതുമുന്നണി ആയാലും മത്സരിപ്പിക്കുന്നത്? ആയിരിക്കാം, പക്ഷെ അതല്ലല്ലോ. പക്ഷെ അൻവറും ഇപ്പൊ കോൺഗ്രസ്സുകാരും പറയുന്ന വെച്ചാൽ 9 വർഷം അൻവർ കൂടെ നിന്നതാ. ഈ 9 വർഷത്തിനകത്ത് വെച്ച് അൻവറിന് ഇതൊന്നും ഇല്ലായിരുന്നോ? ആദ്യത്തെ ഒരു ടേൺ കഴിഞ്ഞ് അൻവറിനെതിരെ ഇപ്പൊ ആക്ഷേപം പറയുന്നത് 9 വർഷം അൻവർ കൂടെ നിന്നപ്പോൾ അൻവറിനെതിരെ ഇടതുമുന്നണിക്ക് ആക്ഷേപങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ അൻവറിനെ ഉപയോഗിച്ചല്ലേ ആളുകളെയൊക്കെ തെറിവിളിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതെ, അതായിരുന്നു. പക്ഷെ ഇപ്പോഴീ ഇത്രയും ഇത് പറയുമ്പോ കോൺഗ്രസ് എന്തിനാണ് ഇതിന് പുറകെ നടക്കുന്നത്? എങ്ങനെയാണോ ലെഫ്റ്റ് കളിച്ച അതേ കളി കോൺഗ്രസ് ഇപ്പൊ കളിക്കുന്നു, അത്രേ ഉള്ളൂ. കോൺഗ്രസ് അന്തസ്സായിട്ട് മാറുകയാണ്. അവന് എടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ എടുക്കരുത്, അത്രേ ഉള്ളൂ. അൻവർ വേണ്ടാന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ പിന്നെ കൂടെ കൂട്ടണം, അത്രേ ഉള്ളൂ. ശരി, ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ബാലകൃഷ്ണൻ ടെലിഫോൺ മധ്യ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ ആനന്ദാണ് തിരുവല്ലയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ ആനന്ദ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? തന്ത്രപരമായ ഒരു നീക്കമാണോ, ബുദ്ധിപരമായ നീക്കമാണോ, അതോ അബദ്ധമാണോ അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ ഏറ്റവും നല്ല കാര്യം ചെയ്തേക്കുന്നത് ആരായാലും. ഹലോ, പറഞ്ഞോളൂ. ഏറ്റവും നല്ല കാര്യമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിലുള്ളവർക്ക് പോലും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ തുറന്നു പറഞ്ഞിട്ടാണ് വെളിയിൽ പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ലോക്കൽ കമ്മിറ്റി പോലും തുറന്നു പറയാൻ പറ്റാത്തൊരു കാര്യം ഒരു സ്വതന്ത്രൻ എന്ന പുള്ളിയെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറഞ്ഞത് ഇതൊരു ചാവേറാ പുള്ളി. ശരിക്കും കേരള ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചാവേറാ. അതുകൊണ്ട് സാറേ എനിക്കൊരു അപേക്ഷയുണ്ട്, സാർ ഒന്ന് കേൾക്കാൻ ഇത് കാണിക്കണേ. പറഞ്ഞു. ഒരു ചാനല് പേര് പറയുമ്പോഴേ സാറിന് മനസ്സിലാവും. ഒരു ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് കാണാനിടയായി. ഇവരിപ്പോ 2016 എന്ത് പറഞ്ഞ പാർട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത്. പഴയ നമ്മുടെ നികേഷ് കുമാറിന്റെ ചാനല. അവരങ്ങ് പറഞ്ഞങ്ങ് ഒപ്പിക്കുക 2026 പാർട്ടി തന്നെ ഭരിക്കുമെന്ന്. നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം സാറേ, നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം നിങ്ങളുടെ എന്ന് പറഞ്ഞ ഇന്ത്യ ഫുള്ളുള്ള ചാനലാണ് ന്യൂസ് 18 അല്ലേ? അതെ. കേരളം മാത്രമുള്ള ചാനലല്ലോ നിങ്ങൾ. അല്ലല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് തീർത്ത് പറയുന്നത്. എന്റെ അവസ്ഥ മനസ്സിലാവും. സാർ പറയുന്നതിന്റെ കാര്യങ്ങൾ സാർ മനസ്സിലാക്കുന്നുണ്ട്. എന്തുവന്നു? ശരി ആനന്ദ്, നമുക്ക് ഈ വിഷയത്തിലാണ് ചർച്ച. അതുകൊണ്ടാണ് നമുക്ക് ശ്രീ ദാസൻ കണ്ണൂരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദാസൻ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം ബാബു. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ്സുകാർ ഈ അടുത്ത കാലത്തൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രവൃത്തി ഇപ്പം ചെയ്ത് അൻവറോട് പോയിട്ട് പണി നോക്കാൻ പറയും. അങ്ങനെ വേണ്ടേ. ഇയാൾ നാളെ കൂട്ടിക്കഴിഞ്ഞാല് ഒരു ഭൂലോക തലവനിലേക്കാണ് ഇയാളിന്. ഇത് അൻവർ 3ാം മുന്നണി പറയാ, 4ാം മുന്നണി, 3ാം മുന്നണി NDAയുടെ മുന്നണിയല്ലേ. അൻവറിന് ഈ കേരള രാഷ്ട്രീയത്തില് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇയാളെ കൃത്യമായിട്ട് ഇയാൾ കുറച്ച് കഴിയുമ്പോൾ തീർത്തും അപ്രസക്തനായാണ്. ഇയാൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരാൾ ഇയാളെ ബന്ധപ്പെട്ടാൻ പാടില്ല. ഇയാൾ NDF, PFI, ജമാഅത്ത് ഇസ്ലാമി, സോളിഡാരിറ്റി ഇവരൊക്കെ കൂടിയിട്ട് ഇയാള് ഭാര്യയും കൊന്നിനാകാൻ ശ്രമിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിഷ്കാസനായ ആളയാള് നശിപ്പിച്ചാണ് ഇയാളാണ്. ശരി, ഓക്കെ ശ്രീദാസൻ. അത് വാര്യംകുന്നിനെ പോലെ ആളായിട്ടൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ശ്രീ അൻവറിനെ ശ്രീ ഇസ്മയിലാണ്. ശ്രീ ഇസ്മയിൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ സാർ എനിക്ക് പറയാനുള്ളത്, അൻവറിൻ്റെത് തികച്ചും ന്യായമാണ്. UDF എപ്പോൾ, അതായത് LDF നിന്ന് രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് പുറത്ത് വന്നപ്പോഴൊക്കെ അൻവറിന്റെ പ്രതിനിധി UDF ആയിരുന്നു. അപ്പോൾ ഇന്നെടുക്കാം നാളെ എടുക്കാം, ഇന്നെടുക്കാം നാളെ എടുക്കുമ്പോൾ അൻവറിനെ ഇങ്ങനെ വല്ലാതെ കുഴപ്പിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജനസ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അൻവർ. അപ്പോൾ ഈ വിഷയത്തിൽ അൻവറിനെ എത്രയും പെട്ടെന്ന് തന്നെ UDF എടുത്ത് ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യത UDF ഉടലെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ വരുമ്പോൾ എപ്പോഴും ഈ കോൺഗ്രസിനുള്ളിൽ എപ്പോഴും ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് സാധാരണയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിനോദാണ് ചെന്നിത്തലയിൽ നിന്നും. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അൻവറിന്റെ ചാട്ടം എങ്ങോട്ടാണ്? അൻവർ ചാടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ സംസാരിക്കാം. അൻവർ ചാടിയാൽ എവിടെ വരെ ചാടാനാ? താങ്കളിപ്പോഴും TV മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കൃത്യമായി സംസാരിക്കാൻ കഴിയാത്തത്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവർ ഇപ്പോൾ നടത്തുന്ന ഒരു വിലപേശൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ? നമസ്കാരം സാർ. നമസ്കാരം സാറേ. ഇപ്പൊ ഒരു രഹസ്യ അന്വേഷണ വിവരം കിട്ടിയതാണ്. അതായത് അൻവറിന്റെ അപ്പൊ ആ കണക്കപ്പിള്ളയുടെ പ്രകാരമാണ് ഇപ്പൊ അൻവർ നീങ്ങുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ചർച്ച ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പങ്കാളിയാക്കുവാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ 2-3 നേതാക്കന്മാരുണ്ട്, അവരെ ആയിട്ട് ബിസിനസ് പങ്കാളിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നോക്കി നിൽക്കുവാണ്. ശ്രീ കണ്ണൻ, ഇങ്ങനെ നമ്മളെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ആധികാരികതയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ നമ്മളൊരു പൊതുവേദിയിൽ സംസാരിക്കേണ്ടതല്ല എന്നുള്ളത് കൂടി താങ്കളെ അറിയിക്കുകയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ സ്വയം ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്കുള്ള നീക്കമാണോ, അതോ ഇനി അദ്ദേഹം ഒരു പുളിങ്കൊമ്പിലേക്ക് ചാടാനുള്ള നീക്കമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അൻവർ ഈ കോൺഗ്രസ്സുകാർ അൻവറിനെ പേടിക്കും. ഇവർ ഒരു മൈക്കിന് വേണ്ടി ഈ VD സതീശനും സുധാകരന്റെ അടികൂടിയില്ലേ? അപ്പൊ ഇവര് പേടിക്കും. ഇടതുവശം ഈ അൻവറിനെ പേടിക്കില്ല. അൻവർ അവിടെ ആരുമല്ല, ഒരു പുണ്ണാക്കുമല്ല. ഇവർ കോൺഗ്രസ്സുകാർ പേടിക്കും. ഇടതുവശത്ത് അടുത്ത 3-4 വരും, ഉറപ്പാണ്. ഈ അൻവറൊന്നും വേണ്ട. ഇടതുവശം നല്ല ചെറുപ്പുണ്ട്. VD സതീശന് കോൺഗ്രസ്സുകാർ പേടിക്കും. അവർക്ക് പേടി അമ്പറിന്റെ. ഇടതുവശത്തിന് പേടിക്കണ്ട, അതാ കയ്യിൽ വെച്ചിട്ടാണ് അമ്പർ. ശ്രീ മഹി. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത്. ശ്രീ ദീപു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അൻവർ നടത്തുന്ന ഇപ്പോഴത്തെ ഒരു നീക്കം അത് ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്കാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഇല്ല, അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് എടുത്തു ചാടി ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അയാൾ നോമാൻസ് ലാൻഡിലാണ് നിൽക്കുന്നത്.
ഇപ്പോഴും അയാൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അൻവർ രാഷ്ട്രീയ ആത്മഹത്യ എന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കൃത്യമായും കോൺഗ്രസിന്റെ പടലപ്പടക്കങ്ങൾ മാത്രമല്ല അവരുടെ ഉള്ളിലുള്ള അടി ഇതല്ലേ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. നിങ്ങൾ ആ ചർച്ചയല്ലേ നടത്തേണ്ടത്. അതായത് ഇവിടെ സതീശൻ ഇന്നലെ വലിയ ആളായിട്ട് അവിടെ നിന്ന് ഒരു റബ്ബർ സ്റ്റാമ്പ് KPCC പ്രസിഡന്റിനെ അടുത്ത് നിർത്തി പറഞ്ഞു, ഞാൻ എന്ന ഭാവത്തിൽ KPCC പ്രസിഡന്റ് അല്ല ശ്രീ ദീപു, അത് പറയേണ്ടത് UDFന്റെ ചെയർമാനാണ്. ആ UDFന്റെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിന് KPCC പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് ഒന്നും പറയേണ്ട കാര്യം പറയുമ്പോ അല്ല, കേൾക്കൂ. അല്ല, നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേനും നിങ്ങൾ അതിന്റെ ഇടപെട്ടാല് പിന്നെ നമുക്ക് പറയാനും സമയം തരില്ല, നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഓടുകയും ചെയ്യും. അത് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതായത് ഇദ്ദേഹം ഇന്നലെ അവിടെ നിന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ 2 സെന്റൻസാ പറഞ്ഞത്, ഐ ആം വെരി ക്ലിയർ എന്ന് പറഞ്ഞു. ഇന്ന് സുധാകരൻ എന്താ പറഞ്ഞത്? വണ്ടി ഇറങ്ങിയ വേണുഗോപാൽ എന്താ പറഞ്ഞത്? ഇത് രണ്ടും സതീശന്റേത് മാച്ച് ചെയ്തു പോകുന്ന കാര്യമാണോ പറഞ്ഞത്? സതീശനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ സതീശൻ എവിടെ നിൽക്കുന്നു? സതീശൻ കുറെ റബ്ബർ സ്റ്റാമ്പുകളെയും കൊണ്ടിട്ട് ഇങ്ങനെ ഏകാധിപതിയായി അങ്ങ് പ്രവർത്തിക്കാന്ന് നോക്കിയെടുത്തുന്നല്ലേ അടി കിട്ടിയത്. ഇപ്പൊ CPM മൊത്തം അടി ഉണ്ടാക്കാം, ഇടതുപക്ഷത്ത് LDF അടി ഉണ്ടാക്കാന്ന് പറഞ്ഞ് വന്നിറങ്ങിയ ആള് ഇപ്പൊ എവിടെയാണ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയം ജനങ്ങൾ കാണുകയല്ലേ? ഇതാണ് ഇനി ഈ 2026 ഇവർ നടത്താൻ പോകുന്ന രാഷ്ട്രീയം. കോൺഗ്രസിനകത്തെ സതീശന്റെ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെ മറ്റുള്ള നേതാക്കൾ, അവരുടെ ദേശീയ വർക്കിംഗ് സെക്രട്ടറിയോ ആരോ ആണല്ലോ വേണുഗോപാൽ, അവര് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് അവര് പ്രചരണമൊക്കെ തുടങ്ങി. ഇപ്പുറത്ത് സ്ഥാനാർത്ഥി പോലും ആയില്ല ഇതുവരെ. 2 ദിവസമല്ലേ ആയുള്ളൂ. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിന് നിങ്ങൾ അതിനകത്ത് വേവലാതിപ്പെടണ്ട. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ജനങ്ങളാണ്. അല്ലാതെ പറഞ്ഞ ഉടനെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് ജയത്തിന്റെ അടിസ്ഥാനമെന്ന് കിരണിനെ പോലെ ഒരു പരിണിത പ്രജ്ഞ മാധ്യമ പ്രവർത്തനം തോന്നുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലും ഒരു പ്രധാനമാണ്. അദ്ദേഹം ഈ ആജേഡ മുഹമ്മദ് അല്ലേ പിന്നെ ആരുടെ ഷൗക്കത്ത് ടെലിഫോൺ വന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇന്നലെ ധാരാളം പറഞ്ഞു. ഇനിയിപ്പോ ഇന്ന് തന്നെയാണ് വിഷയം. അപ്പൊ പറയല്ലാന്ന് ഓർത്തില്ല. എന്ത് ചെയ്യാതെ അൻവർ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിന്ന് ഓരോരോ പരിപാടികളുമായി നിൽക്കാണ്. അതന്നെ. പിന്നെ അൻവറിന് സുഖ എല്ലാ ക്യാമറന്റെ മുന്നിലും ഇങ്ങനെ നിന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. എങ്ങും ഇല്ലെങ്കിൽ അധിക കാലം കാണില്ല ഈ ക്യാമറ ഒന്നും. എവിടെയെങ്കിലൊക്കെ പ്രാധാന്യം ഉണ്ടെങ്കിലേ കാണും. ഇനിയിപ്പൊ പറയാം. കേസി പറഞ്ഞു ഒരു താങ്ങല്, അൻവറിനെ താങ്ങല്. ഇന്നലെ പോയ പ്രസിഡന്റും പറഞ്ഞു അൻവറിനെ താങ്ങിക്കാണ്ട്. ഇപ്പൊ നമ്മളെ സതീശ മാത്രണ്ട് ഒന്നും പറയാതെക്കണ്. അതായത് അൻവറിനെ കൂട്ടരുത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും പാർട്ടിയും അവരും പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ അതിന് PMA സലാമിന്റെ വകന്ന് ചാനലിൽ കൂടി ഒരു വർത്താനം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ ആകെ ഉൽമാലിന്റെ ഔത്തായിക്കണ്. നമ്മളെ പിന്നെ പ്രധാനമാണ് ലീഗിന്റെ ഒരു പിന്തുണ ഇല്ലാതായി പോയതോടുകൂടിയാണ് അൻവറിന്റെ കാറ്റ് പോയത് തന്നെ. അതന്നെ സാറേ. അപ്പൊ അതുകൊണ്ട് ഇനി രക്ഷയില്ല. ഇനി ഇടതുപക്ഷത്തേക്കും വരാൻ പറ്റൂല. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സിദ്ധാർത്ഥനാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ സിദ്ധാർത്ഥ്, താങ്കളിലേക്ക് വരും മുമ്പ് ചില കമൻറ്റുകൾ കൂടി വായിച്ചുകൊട്ടെ. കേരള ബോക്സ് ഓഫീസ് പറയുന്നത് 2021 അൻവറില്ലാതെ 45% പ്ലസ് വോട്ട് നേടിയ UDFന് ഇത്തവണ അൻവറില്ലാതെ തന്നെ ഭരണം പിടിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടി ഉണ്ട്. സിദ്ധാർത്ഥൻ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ സാർ, ഈ പറയുന്നവർക്കൊക്കെ ഈ രാഷ്ട്രീയം, ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ഈ അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈവെള്ളയിലാണ്. അദ്ദേഹം പറഞ്ഞാൽ മതി ഞാൻ UDFന്റെ കൂടെയാണ്, നിങ്ങൾ UDFന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവർ പോലെ വോട്ട് കൂട്ടും. നേരെ മറിച്ച് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടിരിക്കല്ലേ. അൻവർ പറയുന്ന നിങ്ങൾ അവർ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, LDF ജയിക്കും. അപ്പൊ അതുകൊണ്ട് UDFിനകത്ത് ഒരു മാന്യമായ സ്ഥാനം കൊണ്ട് പുള്ളിനെ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പൊട്ടിത്തളരും. അല്ല നോക്കിക്കോ, ഞാനീ പറയുന്നത് കേട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഇനി. അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ സിദ്ധാർത്ഥ? അങ്ങനെ അൻവർ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ, അല്ല എന്നൊന്നും അത്ര ഒരവസ്ഥയൊക്കെ എന്തായാലും
തൽക്കാലം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പലതരത്തിലും ടൈറ്റായ വേണ്ടി മണ്ഡലം തന്നെയാണ്. ശ്രീ വേണു കെ പപ്പൻ ബ്ലോഗ് പറയുന്നു, അൻവർ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചു. രാഷ്ട്രീയക്കാർ ഇടഞ്ഞു, അതോടെ അൻവറും ഇടഞ്ഞു. ബിജോ പറയുന്നു, സ്വയം കുഴിക്കുന്ന കുഴിയിൽ അൻവർ വീഴുന്നു. കോൺഗ്രസ്സുകാർ കുറ്റം പറഞ്ഞ കോൺഗ്രസിൽ ചേരണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായം? അൻവർ കേരളത്തിലെ സ്റ്റീഫൻ, ആഫ്രിക്കയിൽ അയാളുടെ അബ്രഹാം ഖുറേഷി എന്നൊക്കെ പറയുന്നത് സിനിമയെ വെച്ചിട്ട് കളിയാക്കുകയാണെന്ന് തോന്നുന്നു. അൻവർ ലേബർ പാർട്ടിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു. അതോടൊപ്പം തന്നെ ശരി, ഓക്കെ. തൃശ്ശൂർ മറ്റു ചില ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് തോന്നുന്നു ഈ അൻവറിന്റെ ഒരു ചാട്ടം എന്ന് പറയുന്നത് ഒരു പിഴച്ച ചാട്ടമാണോ, അതോ ആ ചാട്ടത്തിൽ കൊണ്ടൊരു നേട്ടം ഉണ്ടാവുമോ? ഈ അൻവറിന്റെ എന്ന് പറഞ്ഞാൽ ഒരു പക്വത ഇല്ലാത്ത ഒരു പരിപാടിയായി പോയി. അതായത് പണ്ട് തിരുമേനി പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഭാര്യത്ത് എത്തിയുമില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി പോയി ഈ അൻവറിന്റെ. ശരി, ശ്രീ ഉസ്മാനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഉസ്മാൻ, ഈ അൻവർ പലപ്പോഴും വാവിട്ട വാക്കുകൾ അൻവറിന് വിനയായിട്ടുണ്ട്. അൻവറിന് ചിലപ്പോൾ കയ്യടി നേടിക്കൊടുത്തതും അത്തരം വാക്കുകളൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അവസാനം അൻവറിൻ്റെ ഈ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പ്രതികരണമാണ് അൻവറിനെ ഈ തരത്തിലേക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശ്രീ ഉസ്മാൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. പറഞ്ഞോ സാറേ. പിന്നെ ഞാൻ കായംകുളത്തുനിന്ന് ഉസ്മാൻ വിളിക്കാന്നേ. ശരി. കേൾക്കാം, പറയൂ, കേൾക്കട്ടെ. സാറേ, ഞാൻ ഈ അൻവറിനെ വിളിക്കുന്ന പാഷാളം വർക്കിന്നാണ്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ ഇടതുപക്ഷത്തോട്ട് പോയിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ട് പിണറായി വിജയനെ വാപ്പാനൊക്കെ വിളിച്ചു, ഇതൊക്കെ നടന്നു, എല്ലാ കാര്യങ്ങളും നടത്തി. ഇപ്പൊ ഈ ഇത്രയും നേതാക്കന്മാർ ഈ അൻവറിന്റെ കൂടെ പുറകെ നടക്കുന്നതിന് വല്ല കാര്യമുണ്ടോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. ശ്രീമതി ജയ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഇപ്പോൾ ഈ കളിക്കുന്ന അൻവറിൻ്റെ കളി അത് കോൺഗ്രസിൽ വി ഡി സതീശനെതിരെയൊക്കെ രൂക്ഷമായ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ, യു ഡി എഫിൽ എത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ കെ സി വേണുഗോപാലടക്കം വാതിൽ തുറന്നിടുന്ന സമീപനവും എടുക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട് കിരൺ. അൻവറിന്റെ കാര്യങ്ങള് നമ്മുടെ കോൺഗ്രസിൽ ഒന്നും ബാധിക്കത്തില്ല. പുള്ളി വന്നാലും പുള്ളി നിന്നാലും പുള്ളി പോയാലും കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല കിരണേ. പിന്നെ ഇതിനു മുന്നേ അദ്ദേഹം പറഞ്ഞു KPCC പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് ആണെന്ന്. ഒരിക്കലും അല്ല. അത് നല്ല ചേരുന്നത് നമ്മുടെ MP ഗോവിന്ദനാണ്. ഒന്നുമില്ലേലും ഈ സണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് പറയാതിരിക്കാൻ ശ്രീ ജയ, ഇപ്പം MP ഗോവിന്ദനായാലും സണ്ണി ജോസഫ് ആയാലും അവരാരും അങ്ങനെ രണ്ടുപേരും മികച്ച നേതാക്കന്മാർ തന്നെയാണ്. അവരാരും അങ്ങനെ റബ്ബർ സ്റ്റാമ്പായ നേതാക്കളിലല്ല. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസൾട്ടിങ് പാടില്ല കിരണേ. അതിപ്പം സണ്ണി ജോസഫിന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തോ ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അങ്ങനെ ഒരാളെ. അത് പ്രത്യേകിച്ച് സണ്ണി ജോസഫിനെ ഒരാളൊക്കെ റബ്ബർ സ്റ്റാമ്പ് എന്ന് വിളിക്കണമെങ്കിൽ അയാൾ ഇരുന്നൊരു കൊച്ചു നിശ്ചിത കാലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ തീരെ ശേഷിയില്ല എന്നൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന സമയത്തൊക്കെയാണ് ഇത്. സണ്ണി ജോസഫ് വന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അതിൻ്റെ പ്രവർത്തന കഴിവ് തെളിയിക്കേണ്ട ഒരു സമയം പോലും ആയില്ല. ആദ്യത്തെ വെല്ലുവിളിക്കിടെ മുന്നിൽ നിൽക്കുകയുമാണ്. ശ്രീ തോമസ് ആണ് പരവൂരിൽ നിന്ന്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ എടുത്തുചാട്ടം അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഗുണം ചെയ്യുള്ളൂ. PV അൻവറിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പറഞ്ഞോളൂ, ഇതിപ്പോ ഒരു വർഷമായിട്ടാണ് PV അൻവർ എന്നുള്ള പേര് നമ്മൾ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ കാണുള്ളൂ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഈ അൻവർ? അങ്ങനെ പറയുന്നത് അൻവർ നേരത്തെ നേതാവാണ്. അൻവർ പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അൻവർ അവിടെ ഒരു UDF കോട്ടയിൽ ഇടതുമുന്നണിയുടെ സഹായത്തോടു കൂടിയൊക്കെ ജയിച്ചത്. അത് ഇടതുമുന്നണിയുടെ സഹായത്തോടെയാണ് ജയിച്ചത്. അല്ല, സഹായത്തോടെ ഇടതുമുന്നണിക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ കഴിയാത്തപ്പോഴാണല്ലോ അൻവറിനെ പോലെ ഒരാളുടെ സഹായം ഇടതുമുന്നണി നേടേണ്ടി വന്നത്. അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഇടതുമുന്നണിയുടെ വോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അല്ല, ഏത് പാർട്ടി ആയാലും അവിടെ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് പരമ്പരാഗതമായി 29 വർഷം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നതാണ് ആര്യാടൻ മുഹമ്മദ്. അതിനു മുമ്പ് ജയിച്ചത് TK ഹംസ. കോൺഗ്രസിൽ നിന്ന് CPM വന്ന് TK ഹംസ മത്സരിക്കുമ്പോഴാണ് TK ഹംസ അതിനു മുമ്പ് ജയിച്ചത്. അതിനു മുമ്പ് ജയിച്ചത് ആര്യാടൻ മുഹമ്മദാണ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുഞ്ഞാലിയാണെന്ന് തോന്നുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാൾ. അത് ആ കോട്ടയിൽ UDF കോട്ട തകർത്ത് അവിടെ LDF ജയിക്കാൻ കഴിഞ്ഞത് അൻവർ വന്നുകൊണ്ട് കൂടിയാണ്. ശരി,
പക്ഷെ അത് ഇനി ഒരു ഇലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ പി വി ഇനി അൻവറിനെ എന്താണെന്നുള്ളത് പിന്നീട് കാര്യം. അന്ന് അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നു. ഓക്കെ, അന്നേരം ശക്തിയുണ്ടായി. ഇപ്പൊ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോ പുള്ളി അടുത്ത വർഷം പിന്തുണ കൊടുത്ത് അങ്ങനെ അൻവർ അവിടെ ജയിച്ചു. ഇപ്പൊ തന്നെ ഇവിടെ പറയുന്നത് സതീശൻ എന്തോ മഹാഭാവം ചെയ്താണ്. ഞാൻ സതീശന്റെ മണ്ഡലത്തിലെ മെമ്പറാണ് ഞാൻ. പറഞ്ഞോളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പി വി അൻവറിനെ കഴിഞ്ഞ് UDF എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് തന്നെയാ എടുത്തു കഴിഞ്ഞാൽ തലവേദനയാണ്. ശരി, ഓക്കെ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പി വി അൻവറിനെ ഇനിയിപ്പോൾ എന്താവും അയാളുടെ ഭാവി? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഈ എന്തിനാ സാറേ ഈ വിഷയത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? കാരണം പറഞ്ഞു വെച്ചാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ വെറും കരിയാത്തല്ലേ ഈ അൻവർ. ഈ അൻവറെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയങ്ങളുടെ കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഈ അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു, അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി. അപ്പക്കാലം മപ്പാ വിളിക്കുന്ന നിലപാടുള്ള രാഷ്ട്രീയക്കാരൻ. ഇത് രാഷ്ട്രീയക്കാരല്ല സാറേ. ഇവരിൽ നിന്നും ഒരു കാരണവശാലും നമ്മൾ ഉയർത്തി വരാൻ പാടില്ല. ചാനലുകാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇവരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പോലും ഒന്നുമല്ല. ഇന്നലത്തെ മഴയത്ത് തകരയായി ഈ അൻവറൊക്കെ. കേരള രാഷ്ട്രീയം എപ്പോഴും നമുക്കൊരു അഭിമാനമുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നമ്മൾ വെറും ഒരു കരിയാപ്പന പോലെ കാണാൻ കഴിയും. അൻവർ എന്തൊക്കെയാണ് അൻവർ വിളിച്ചു പറഞ്ഞത്? കോൺഗ്രസിനെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ വിളിച്ചു പറഞ്ഞു. വോട്ടല്ലേ ഇവരൊക്കെ ഒരു സീറ്റും കൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഒരു ഭരണം കിട്ടുകയല്ലോ. 41 സീറ്റല്ലേ ഉള്ളൂ. ഈ 41 സീറ്റിൽ UDF അധികാരത്തിൽ ഈ വേണുഗോപാല് പറയുന്നതും ഇവർക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ വർത്താനം? അൻവറൊക്കെ പോട്ടെ. 2016 അധികാരത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പൊ ആലോചിക്കണം. അൻവറിനോടൊക്കെ പോകാൻ പറ. ഇന്നത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ. ഈ അൻവറൊക്കെ എന്താണ് കാണിക്കുന്നത്? അൻവറെ കാണിക്കാൻ തോന്നുവാസെല്ലാം കൂട്ടി നിൽക്കുന്നതാണ് കോൺഗ്രസ് ഏറ്റവും വലിയൊരു അപാകത. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ തങ്കച്ചൻ. ശ്രീ സോജനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സോജൻ, താങ്കൾ എങ്ങനെയാണ് ഈ പി വി അൻവറിന്റെ അടുത്ത കാലത്തെ ചാഞ്ചാട്ടങ്ങളെ, നീക്കങ്ങളെ ഒക്കെ കാണുന്നത്? വളരെ മോശകരമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പറച്ചിലുകളെല്ലാം. കാരണം വലിയ ശക്തമായ ഒരു മുന്നണിയെ, ഐക്യ ജനാധിപത്യ മുന്നണി പോലുള്ള ശക്തമായ ഒരു മുന്നണിയെ പേടിപ്പിച്ച് സ്വന്തം കാര്യം നേടുവാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് തീ പിടിക്ക് വാഴ വെട്ടുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. തികച്ചും ഞാൻ വി ഡി സതീശനോട് ഉറച്ചു നിൽക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ കറക്റ്റ്. ഇദ്ദേഹത്തെ ഒന്നും തലയിലെടുത്ത് വെച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹത്തെ തള്ളിക്കളയണം. ഒരു വ്യക്തിപരമായിട്ട് പൂജ നടത്തി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീ സോജൻ. ശ്രീ ഷാനാണ് അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാൻ, അമേരിക്കയിൽ നിന്ന് താങ്കൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം കാണുമ്പോൾ ഈ അൻവറിന്റെ ചാട്ടത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ എല്ലാ തരം കാര്യങ്ങളും വിലയിരുത്തുന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അൻവറിന്റെ കൂടെ ആണ്. കാരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അത് അൻവർ തന്നെയാണ്. അപ്പൊ ഈ വി ഡി സതീശനും ബാക്കിയുള്ള രമേശ് ചെന്നിത്തലയും മറ്റ് നേതാക്കളാരും സംസാരിക്കില്ല എന്നാണോ? അൻവറിനെ എടുത്താൽ വി ഡി സതീശന് പറയേണ്ടി വരില്ല. അത് മൊത്തം അൻവർ പറഞ്ഞു തീർക്കും. അൻവർ പറഞ്ഞതൊന്നും പച്ചക്കള്ളമായില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപിച്ച എല്ലാ ആരോപണങ്ങളും ശരിയായിരുന്നുവല്ലോ. അതങ്ങനെ ശരിയാണെന്ന് ഏത് ആരോപണമാണ് ശരിയാണെന്ന് തെളിഞ്ഞത്? കാരണം പൂരം കലക്കിയ കാര്യങ്ങൾ. ഒരാരോപണവും അൻവർ ഉന്നയിച്ച ഒരാരോപണവും ശരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല. അൻവർ ആരോപണം ഉന്നയിച്ചു, അതൊക്കെ ശരിയാണ്. അതിനു മുമ്പ് ഇതേ അൻവർ തന്നെയല്ലേ ഈ CPM-കാരുടെ ഒപ്പം നിന്ന് അൻവർ തന്നെയല്ലേ കോൺഗ്രസ്സുകാർക്കെതിരെ സതീശനെതിരെയൊക്കെ കണ്ടെയ്നറിനകത്ത് പണം കൊണ്ടുവന്നുള്ള ആരോപണം ഉന്നയിച്ചത്? ഈ നിലമ്പൂരിലുള്ള സർവ്വ യങ്സ്റ്റേഴ്സ് പയ്യന്മാരും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്തില്ലേ? അത് പോയി നേരിട്ട് മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തില്ലേ? അങ്ങനെ അനാവശ്യമായ അറസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങ് മുഖ്യമന്ത്രി കേട്ടില്ലല്ലോ. അപ്പം 9 വർഷത്തോളം കാലം അവർക്ക് വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ എടുക്കുന്ന നിലപാടുകൾ നിലമ്പൂർകാർക്ക് ഒരു വികസനം ഇല്ലാത്തത് കൊണ്ട് അയാൾ സ്വയം ആ കസര വേണ്ടെന്ന് വെച്ച് രാജിവെച്ച്. അങ്ങനെയൊക്കെയാണോ ശ്രീ ഷാൻ? അൻവർ പി വി അൻവർ CPM-ന് വേണ്ടി ചാവറിനെ പോലെ നിൽക്കുകയല്ലായിരുന്നു? പി വി അൻവറിന് അതുകൊണ്ട് ഒരുപാട് നേട്ടവും ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിനെതിരെ ഉയർന്ന എത്ര കേസുകൾ, എത്ര ആരോപണങ്ങൾ, അതിനെല്ലാം പ്രതിരോധ കവചം ഒരുക്കുന്നത് ആ പാർട്ടിയും ആ പാർട്ടിയിലെ സാധാരണപ്പെട്ട സൈബർ അണികളും ഒക്കെ അല്ലേ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഇലക്ഷൻ വരുന്നു. ഈ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റുകാർ ഓരോ വീട്ടുകാരിൽ പോയി വോട്ട് ചോദിക്കുമ്പോ ആ നാട്ടുകാരും ഈ ശ്രീശാൻ, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അൻവറിൻ്റെത് എടുത്തുചാട്ടമായിരുന്നു, അല്ലെങ്കിൽ അൻവറിന്റെ നീക്കങ്ങൾ പലതും പക്വത കുറഞ്ഞതായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് ഉയർന്നത്. അപൂർവം ചിലരെങ്കിലും മറിച്ച് അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.